ഹലോ ഗായ്സ്, ഞാനൊരു പുതിയ യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടോ. നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ, ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാട്ടോ. കിളികളുടെ സൗണ്ടും, ഇവിടെ കുറേ തത്തുമ്മയുണ്ട് ഈ മരത്തിൽ. പക്ഷേ പെട്ടെന്ന് ഫോട്ടോ എടുക്കാനൊന്നും കിട്ടില്ല കേട്ടോ, പറന്നു പോവും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മുകളിൽ വന്നിരിക്കും, മോന് പഠിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലിങ്ങനെ വന്നിരിക്കും. അപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ സൺസെറ്റ് ഇതിൻ്റെ വെളിച്ചം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അത്രയും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഞാനിങ്ങനെ കാണുന്നു. അങ്ങനെ സൺസെറ്റൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയപ്പോൾ നല്ല ക്ലൈമറ്റായി. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും, അത്രയും നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ അത് സിദ്ധുവും കിച്ചും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചു ഇവിടെ പഠിക്കാനാണ് വന്നേ. അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്ത് ഒന്ന് കളിക്കുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് കളിക്കുകയും ചെയ്യാണ്. കണ്ടില്ലേ, സിദ്ധു ഭയങ്കര വികൃതിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. കുറേ ചെടികളെന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളരിക്ക, കയ്പ്പയ്ക്ക, അങ്ങനത്തെ കുറച്ചൊക്കെ. ചിലതൊക്കെ വന്നിട്ടുണ്ട്. മുകളിലായതുകൊണ്ട് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, താഴത്തെ സ്ഥലം നമുക്ക് കിട്ടില്ല. താഴത്തുള്ളവർക്കാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മുകളിൽ പരമാവധി സെറ്റ് ചെയ്തിട്ടുണ്ട്, കടുക്, ഉലുവ അങ്ങനെയൊക്കെ. പിന്നെ അതേ കിച്ചുകൂടി ഇന്ന് പഠിക്കുകയാണ്. ഭയങ്കര മടിയാണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് എഴുതിക്കോളും. ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ വന്നിരിക്കും. പാർക്കിക്ക് അങ്ങനെ പോക്കില്ല, അവൻ പഠിക്കാൻ വേണ്ടി ഒരുപാടുള്ളതുകൊണ്ട് പാർക്കിക്ക് പോകലൊക്കെ കമ്മിയാണ്. സിദ്ധു ഇതേ ഇവിടെ മണ്ണിൽ കളിക്കുക. കുറേ ചെടികളൊക്കെ സിദ്ധു തന്നെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയത് കിട്ടും, അത്രേ പറയാൻ പറ്റുള്ളൂ. സിദ്ധു ഭയങ്കര കുറുമ്പാണ്. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അതേ ഓടിപ്പോണ കണ്ടില്ലേ, ആരടാ അത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഓടിപ്പോയി. സിദ്ധു ആണെങ്കിൽ അവൻ്റെ ഏട്ടനെ പഠിക്കാനും സമ്മതിക്കില്ല. അവൻ ഭയങ്കര വികൃതിയാണ്. ഇപ്പം നോക്കിക്കോ, അവൻ്റെ പെൻസിലും കട്ടറൊക്കെ എടുത്ത് കളിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ചോദിക്കുക, എന്താ സിദ്ധു ചെയ്യുന്നതെന്ന് ചോദിക്കുക. കണ്ടില്ലേ, ഇപ്പം പഠിക്കാനൊക്കെ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യൂല. ഇത് കടുകിൻ്റെ എന്തോ ചെടി, കടുക തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉലുവുണ്ട്, വെള്ളരിക്കുണ്ട്, അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇരുട്ടാവാറായപ്പോൾ ഞാൻ തുണികളൊക്കെ ഉണക്കാണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് താഴോട്ട് പോയി. പിന്നെ ഒരു 6:15 ആയപ്പോൾ വിളക്ക് വെക്കാമെന്ന് വിചാരിച്ച് വിളക്ക് വെക്കാൻ നിൽക്കുകയാണ്. അത് എപ്പോഴും വൈകുന്നേരം വിളക്ക് വെച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ. എൻ്റെ മോനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടാവും. അവന് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. അവൻ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. എന്നാലും അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൻ ചെയ്തു തരുമൊക്കെ ചെയ്യും. ട്രൈപോഡ് വാങ്ങണം, ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വാങ്ങണം. അവന് വീഡിയോ എടുക്കുമ്പോൾ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. അതുകൊണ്ടാണൊരു വൈബ്രേഷൻ വരുന്നത് വീഡിയോയ്ക്ക്. എല്ലാവരും ക്ഷമിക്കുക, എങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഞാൻ നല്ല വീഡിയോസല്ല, നല്ല വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. സിദ്ധു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അവൻ സ്വാമിയെ രക്ഷിക്കണേ, എല്ലാവരെയും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പൂജാമുറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ദൈവങ്ങളിരിക്കുന്ന സ്ഥലം ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ ചേട്ടൻ രാവിലെ വയ്ക്കും, ഞാൻ വൈകുന്നേരം വിളക്ക് വയ്ക്കും. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കാൻ നിന്നു.
അപ്പം മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാവും. അപ്പോൾ ഡെയിലി ഉള്ളത് അപ്പം അതൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. ഇതൊക്കെ ഈവനിങ് റൂട്ടീൻ്റെ ഭാഗമാണ്. രാവിലത്തെയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ചേട്ടൻ വരുമ്പോൾ മറ്റേ ആലൂട്ടിക്ക പറഞ്ഞൊരു സംഭവമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്ന് കൊണ്ടുവന്നത് കുറച്ച് എരിവുണ്ടായിരുന്നു. അപ്പോൾ അവർ സിദ്ധുവിന് കഴിക്കാനൊരു മടി. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അവൻ കഴിച്ചില്ല. കുറച്ച് എരിവ് കൂടുതലായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ സിദ്ധുവിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്, പക്ഷേ അവൻ എണീറ്റ് ഓടിപ്പോയി. അവന് ഇഷ്ടമായില്ല അത്. അവൻ കഴിക്കുന്നതാണ്, പക്ഷേ എണീറ്റ് ഓടിപ്പോയി. ചേട്ടൻ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ രാത്രി ഫുഡ് എന്ന് പറഞ്ഞാൽ ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഓംലെറ്റ് അടിച്ചു. പിന്നെ തക്കാളി ചോറുണ്ടാക്കി. അത്ര ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ഡിന്നറായിരുന്നു. ഇതായിരുന്നു രാത്രിത്തെ ഡിന്നർ കേട്ടോ. ടൊമാറ്റോ റൈസ്, സാദാ റൈസ്, പിന്നെ ഓംലെറ്റും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. ബെഡിൽ മക്കളുടെ കൂടെ കുറച്ച് നേരം കളിക്കും. എന്നിട്ടാണ് 1 മണിക്കൂർ ഞങ്ങൾ പിള്ളേരുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.